ഹലോ, ആ വേണുവാന്നോ? ആ എന്തുണ്ടാ വിശേഷം? അല്ല അതെന്താ അങ്ങനെ? ആ ഏടാ, എനിക്കറിയാം നിൻ്റെ അവിടുത്തെ അവസ്ഥയൊക്കെ എനിക്കറിയാം. പക്ഷെ ഇങ്ങനൊരു തീരുമാനമൊക്കെ ഉടനെ എടുക്കുന്നത് ശരിയാണോടാ? വളരെ ആലോചിക്കേ. വക്കീലിനെ പോയി കണ്ടെന്ന് വരികയോ അതൊന്നും സാരമുള്ള കാര്യമല്ല. ഇടാ, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ ഉണ്ടാകും. അതിനുടനെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഡൈവോഴ്സ് എന്നാണോ നീ തീരുമാനിക്കുന്നത്? ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഇടാ, നിനക്ക് 2 കൊച്ചു പിള്ളേരില്ലേ, കിളുന്ത് പൈതങ്ങൾ. അവരുടെ ഭാവിയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും 2 വഴിക്ക് പിരിഞ്ഞു പോയാൽ ആ കൊച്ചു പിള്ളേരുടെ ഭാവി എന്താ? ഇത് ചിന്തിക്കുകയാണെന്ന് ഇതിന് നീ ഇറങ്ങിത്തിരിക്കുമോ? ഇടാ, അവരുടെ സ്കൂളിൽ അവരുടെ മറ്റു കുട്ടികൾ രക്ഷകർത്താക്കളുമായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥരെ പോലെ അവർ നിൽക്കത്തില്ലേ? അവരുടെ ഭാവി എന്തായി മാറും? അത് സാരമില്ല, വക്കീലിനോട് പറഞ്ഞ് ആ കേസൊക്കെ കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. അവളോട് സംസാരിക്കണമെന്നോ? നിനക്ക് സമ്മതമാണല്ലോ ഒന്നിച്ചു പോകാൻ. എന്നാൽ ഞാൻ നാളെ അങ്ങോട്ട് വന്ന് നിൻ്റെ ഭാര്യയോട് സംസാരിച്ച് നമുക്കിതൊരു ഒത്തുതീർപ്പിലാക്കണം. അല്ലാതെ ഒരു എടുത്തിയാട്ടമൊന്നും വേണ്ട കേട്ടോ. ശരി. ആരാ വിളിച്ചു? എന്തോ പറയാനാ, എന്നെ കാണാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേണുമില്ലേ, അവൻ്റെ വീട്ടിൽ ആകെ പ്രശ്നമാണ്. അവർ തമ്മിൽ അത്ര സുഖത്തിലല്ല. എന്തു പറഞ്ഞാലും രണ്ടും എപ്പോഴും വഴക്കാണ്. ആ വഴക്ക് മൂത്ത് ഇപ്പോൾ അത് ഡൈവോഴ്സ് എത്തി നിൽക്കുക. അയ്യോ, അവർ രണ്ടുപേരും വക്കീലിനെ പോയി കണ്ട് രണ്ടുപേരും ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്ത് ഓക്കെ ആക്കി വെച്ചിരിക്കുക. അവൻ എന്നെ വിളിച്ച് പറയുകയായിരുന്നു. ഞാൻ അവനോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. 2 പേരുടെ കയ്യിലും കാണും കുഴപ്പം, ഒരാളുടെ കയ്യിൽ തന്നെ ആയിരിക്കത്തില്ല. അല്ല അതൊക്കെ ശരിയാ. ഇപ്പോൾ 2 പേരുടെയും കൈ കുഴപ്പമില്ല, ഒന്നും സംഭവിക്കത്തില്ല. 2 കൈയും കൂടെ കൂട്ടിയടിക്കാതെ ശബ്ദം കേൾക്കത്തില്ലല്ലോ. 2 പേരും കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ. ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് കഴിയണം. അത് ആ കുടുംബം. ഇത് 2 കൊച്ചു പിള്ളേരെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലയോ? ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ബന്ധം വേർപെടുത്താനോ അവർ വിവാഹമോചനം നേടാനോ ഒന്നും അവരാഗ്രഹിക്കത്തില്ല. ഇപ്പം അവർക്ക് തീരെ സഹിവെട്ടപ്പോഴായിരിക്കും അവർ വിവാഹമോചനത്തിന് തയ്യാറായത്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകുന്നേ. അവർ 2 പേരും കൂടെ പറഞ്ഞ് അവരുടെ അഭിപ്രായ വ്യത്യാസം മാറ്റിയെടുക്കണം. നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണിക്കാൻ പാടില്ല. പിള്ളേരങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുമ്പം 2 പേരും കൂടെ ഉള്ള പ്രശ്നങ്ങളൊക്കെയും പറഞ്ഞ് തീർത്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ വിളക്കാണ്. ആ കുടുംബം ഐശ്വര്യമായിട്ട് കൊണ്ടുപോകാൻ സ്ത്രീക്ക് കഴിയണം. എങ്കിലേ ആ കുടുംബം ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. സ്ത്രീ വിളക്കാണെങ്കിലേ ഭർത്താവ് വിളക്കിലെ എണ്ണയാണ്. എണ്ണയില്ലെങ്കിൽ പിന്നെ ആ തിരിയിരുന്ന് കരിന്തിരി കത്തത്തില്ലയോ? പിന്നെ കരിന്തിരി കത്തുന്നതിലും നല്ലതല്ലയോ പോകുന്നത്? അത്രേ ഉള്ളൂ. ഇതൊക്കെ അവർ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമല്ലേ? ആ പിള്ളേരുടെ കാര്യമൊന്നും ഓർത്താൽ പോരെ? എന്ത് പറഞ്ഞ് എടുത്തു ചാടിയും ഇപ്പം ഈ ഡൈവോഴ്സ് നമ്മുടെ സമൂഹത്തിൽ സർവ്വസാധാരണമായിരിക്കുക. കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാൽ ഉടൻ ഡൈവോഴ്സുമായിട്ടാണ് നടക്കുന്നത്. കുടുംബ കോടതിയിലൊക്കെ നമ്മൾ ആ കോടതി നടക്കുന്ന സമയത്തൊന്നും ചെന്ന് നോക്ക്. പക്ഷേ എത്ര കൊച്ചു പിള്ളേരാ കല്യാണവും കഴിച്ചു 3-ാം പക്കം വിവാഹം വേണ്ട, ബന്ധം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വക്കീലുമായിട്ട് അവിടെ വരിക. നമ്മുടെ സംസ്കാരം പോയ പോക്കേ. എന്ത് പറയാനാ? നമ്മുടെ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് കുടുംബത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ജീവിക്കുക, കൂട്ടുകുടുംബം. അതൊക്കെ നശിച്ചതാ നമുക്കിപ്പോൾ ഒക്കെ ഉണ്ടായിരിക്കുന്ന കുഴപ്പങ്ങൾ. മനുഷ്യർ തന്നെ മാറിപ്പോയില്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഏതായാലും നാളെ ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. 2 പേരെയും കൂടി ഇരുത്തി ശരിക്കൊന്ന് ഞാനൊന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെങ്കിലും ഞാനങ്ങോട്ട് കൈയും കാലും പിടിച്ചായാലും 2 പേരെയും കൂടെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ഞാനൊന്ന് ശ്രമിക്കും.